ഗൈസ്, വെൽക്കം ബാക്ക്. ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? എന്താ ചെയ്യുന്നത്? നമ്മളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ. നിനക്കെന്താ വയ്യേ? അതെ, ഇതെനിക്ക് പ്രൈവറ്റ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാനുള്ളത്. എൻ്റെ ഇൻസ്റ്റാഗ്രാം. എന്താണ്? എല്ലാവരും കാണുന്ന 1000 ഫോളോവേഴ്സ് ഉള്ള ആ മെയിൻ അക്കൗണ്ട് മാത്രമല്ല, ജെൻസിക്ക് ആരും കാണാത്ത മറ്റൊരു ലോകം കൂടിയുണ്ട്. ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫിൻസ്റ്റ എന്നാണ് ജെൻസി ഇതിന് നൽകിയിരിക്കുന്ന പേര്. 50 മുതൽ 60 വരെ മാത്രം ഫോളോവേഴ്സ് ഉള്ള ഒരു പ്രൈവറ്റ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. ആർക്കും പെട്ടെന്ന് നിങ്ങളാണെന്ന് മനസ്സിലാകാതിരിക്കാൻ പറ്റിയ യൂസർ നെയിം, 100ലധികം പോസ്റ്റുകൾ. ഇതാണ് ഫിൻസ്റ്റ, ഫേക്ക് ഇൻസ്റ്റാഗ്രാം. ഇത് ചുരുങ്ങിയാണ് ഫിൻസ്റ്റ ആയത്. സ്പാം അക്കൗണ്ട് എന്ന ചെല്ലപ്പേരും ഇതിനുണ്ട്. അപ്പൊ ഇതൊരു ഫേക്ക് സ്പാം അക്കൗണ്ട് ആണോ? ഒരിക്കലും അല്ല. ജെൻസിയുടെ റിയൽ വേൾഡ് ആണ് ഈ ഫിൻസ്റ്റഗ്രാം. ശരി, എല്ലാം ക്ലിയർ ആയി പറയാം. കഴിച്ചു, എന്ത് ധരിച്ചു, ഇങ്ങനെ എല്ലാം പങ്കുവെക്കാനുള്ള പ്ലാറ്റ്ഫോം എന്ന ലേബലൊന്നും ഇന്ന് സോഷ്യൽ മീഡിയയ്ക്കില്ല. ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സെൽഫി പോലും ക്രിഞ്ച് ആവുമോ എന്ന് പേടിച്ച് പോസ്റ്റ് ചെയ്യാൻ ജെൻസി മടിക്കും. 100 ആംഗിളുകളിൽ ഫോട്ടോ എടുത്ത് എഡിറ്റ് ചെയ്ത് 10 പേരോട് അഭിപ്രായം ചോദിച്ച് ക്യാപ്ഷൻ തപ്പി ഒരുപാട് ഫിൽട്ടർ ചെയ്താണ് ഒരു പോസ്റ്റ് ജെൻസി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത്. എസ്തെറ്റിക്സിന് മാച്ച് ചെയ്യാത്ത ഒരു ഫോട്ടോ പോലും ഇൻസ്റ്റഗ്രാമിൽ ഇടാൻ ജെൻസി തുനിയാറില്ല. ചിലപ്പോൾ പലരും ഇൻസ്റ്റഗ്രാമിൽ ചിത്രങ്ങൾ പങ്കുവെക്കാറേ ഇല്ല. ചുരുക്കി പറഞ്ഞാൽ ജഡ്ജ് ചെയ്യപ്പെടുമോ എന്ന പേടി കൊണ്ട് പലരും എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറില്ല. എന്നാലും എന്ത് ചെയ്താലും ജഡ്ജ് ചെയ്യില്ലെന്ന് ഉറപ്പുള്ള ക്ലോസ് ഫ്രണ്ട്സ് നമുക്കുള്ളപ്പോൾ പോസ്റ്റ് ചെയ്യാൻ എന്തിനു മടിക്കണം? ഈ ചോദ്യത്തിന്റെ മുകളിൽ നിന്നാണ് ഫിൻസ്റ്റഗ്രാം എന്ന കോൺസെപ്റ്റ് ഉയരുന്നത്. മെയിൻ അക്കൗണ്ടിന് പുറമെ എന്തും ഏതും പങ്കുവെക്കാൻ കഴിയുന്ന ഒരു പ്രൈവറ്റ് അക്കൗണ്ട്. ഫോളോവേഴ്സ് ആവട്ടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ മാത്രം. അവിടെ ഈ വ്ളോഗുകളും റീലുകളും ഇത്തിരി ഇൻസ്റ്റഗ്രാം എസ്തെറ്റിക്കിന് നിരക്കാത്ത ഫോട്ടോകളും ചറപറ പോസ്റ്റ് ചെയ്യാം. ലൈക്കുകളെ കുറിച്ചോ കമന്റുകളെ കുറിച്ചോ പേടി വേണ്ട. ഒരു അൺഫിൽറ്റേർഡ് എക്സ്പീരിയൻസ് ആണ് ഫിൻസ്റ്റഗ്രാം ജെൻസിക്ക് നൽകുന്നത്. മെയിൻ അക്കൗണ്ടിൽ പങ്കിടാൻ ആഗ്രഹിക്കാത്ത ഫോട്ടോകൾ മുതൽ സെൽഫ് ട്രോളുകൾ വരെ ഫിൻസ്റ്റയിൽ ഉണ്ടാകും. പേര് ഫിൻസ്റ്റഗ്രാം എന്നാണെങ്കിലും കാര്യം ഇതാണ് റിയൽ. എല്ലാം ക്രിഞ്ച് ആണെന്ന് പറയുന്ന ലോകത്ത് നിന്ന് ഒരു എസ്കേപ്പ് ആണ് ഈ ഫിൻസ്റ്റഗ്രാം. ഇതൊരു ഡിജിറ്റൽ ജേർണൽ അല്ലെങ്കിൽ വെൻഡിങ് സ്പേസ് ആയി കാണുന്നവരുമുണ്ട്. ഇവിടെ ജഡ്ജ്മെന്റ് ഇല്ലാതെ നിങ്ങളുടെ സന്തോഷം, നിരാശ എല്ലാം പങ്കുവെക്കാൻ ഉപയോക്താക്കൾക്ക് കഴിയും. അതേസമയം ഓവർ തിങ്കിങ്, ഡ്രാമ, ഇമോഷണൽ ഡിപ്പെൻഡൻസി തുടങ്ങിയ ചില സൈഡ് എഫക്റ്റുകളും ഇൻസ്റ്റഗ്രാമിനുണ്ട്. ഇതിനു പുറമെയുള്ള മെയിൻ അക്കൗണ്ടിനും ഒരു പേരുണ്ട് കേട്ടോ. അതാണ് റിൻസ്റ്റഗ്രാം അല്ലെങ്കിൽ റിൻസ്റ്റ, റിയൽ ഇൻസ്റ്റഗ്രാം. ഇത് ചിലപ്പോൾ പബ്ലിക് അക്കൗണ്ട് ആയിരിക്കാം. ഇവിടെ 1000-ന് മുകളിൽ ഫോളോവേഴ്സ് ഉണ്ടായിരിക്കാം. ഇവിടെ എസ്തെറ്റിക്സ് കുറയുന്നതിനെ പറ്റി ചിന്തിക്കാനേ ജെൻസിക്ക് കഴിയില്ല. ഇൻസ്റ്റഗ്രാമോ റിൻസ്റ്റഗ്രാമോ ഫിൻസ്റ്റഗ്രാമോ ആവട്ടെ, നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിനനുസരിച്ചാണ് എല്ലാം നല്ലതും ചീത്തയുമാകുന്നത്. എന്തായാലും മുൻവിധികളില്ലാതെ എല്ലാം പങ്കുവെക്കാൻ ഒരിടം സൂക്ഷിക്കുന്നതിൽ എന്താ തെറ്റ്, അല്ലേ?